ഇത് BTR നിലമായിട്ട് കിടക്കുന്ന ലാൻഡാണ്. ശരിക്കും കേരള പാഡി ലാൻഡ് ആൻഡ് വെറ്റ് ലാൻഡ് കൺസർവേഷൻ ആക്ട് അനുസരിച്ച് ഈ പാഡി കൾട്ടിവേഷൻ എക്കണോമിക്കലി ആൻഡ് ഫിസിക്കലി ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വേണമെന്നുണ്ടെങ്കിൽ കൺവെർഷൻ അനുവദിക്കാം. പക്ഷേ അതൊക്കെ പറയാമെന്ന് മാത്രമേ കാര്യമുള്ളൂ. പ്രൊസീജിയർ കംപ്ലൈ ചെയ്ത് വരുന്ന സമയത്ത് അതൊന്നും സാധിക്കില്ല. അപ്പോൾ ഏറ്റവും നല്ലൊരു ഐഡിയയാണ് ഈ ചെയ്തിരിക്കുന്നത്. ഇത് നിലമാണ്. ഇതിവിടെ മണ്ണ് കയറ്റിയിട്ടിട്ട് വാരം മാടി ചാലുണ്ടാക്കി മണ്ണ് ഏകദേശം ഒരു 15 അടി 20 അടി വീതിയിൽ മണ്ണ് കയറ്റിയിട്ട് അവിടെ മഹാഗണി ആയിട്ടിരിക്കുന്നു. ഇതിപ്പോൾ ഈ മഹാഗണി എന്ന് പറയുന്നത് ഏകദേശം ഒരു കഷ്ടി ഒരു 9 വർഷം 10 വർഷത്തിൽ താഴെ മാത്രം ഇതുള്ളത്. അതൊരു 20 വർഷമാവുന്ന സമയത്ത് ഒരു 30 കൂവിക്കടി 40 കൂവിക്കടി എന്ന് പറഞ്ഞാൽ ഒരു 20,000 രൂപയെങ്കിലും ആവറേജ് ഒരു മരത്തിന് കിട്ടാവുന്ന രീതിയിലേക്ക് ഇത് വളരും. ഈ പാടത്ത് ഇതേപോലെ വാഴ വെച്ചാലൊന്നും വലിയ ഗുണമില്ല, കപ്പ നട്ടാലൊന്നും വലിയ ഗുണമില്ല. മാത്രമല്ല നെൽകൃഷി ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത ലാൻഡ് കേരളത്തിൽ എനിക്ക് തോന്നുന്നു. ഞാൻ ഇന്നലെ ഒരു കണക്ക് എടുത്തിട്ട് 1,00,000 ഹെക്ടർ ആണ് ഒരു കേരളത്തിലേക്ക് തന്നെ തരിശായി കിടക്കുന്നതെന്ന് പറഞ്ഞു. കാരണം നെൽകൃഷി ചെയ്യാതെ കിടക്കുന്നത്. പക്ഷേ ഞാൻ ശരിക്കും ഇന്നലെ അതിൻ്റെ കണക്കൂട്ടി കഴിഞ്ഞപ്പോൾ ഏകദേശം 10 ലക്ഷം ഏക്കറോളം സ്ഥലം എന്ന് പറഞ്ഞാൽ 4,000 സ്ക്വയർ കിലോമീറ്റർ സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു ജില്ലയുടെ വിസ്തൃതിയിലുള്ള സ്ഥലം തന്നെ നെൽകൃഷി ചെയ്യാണ്ട് കിടക്കുന്നുണ്ട്. നെൽകൃഷി ചെയ്തിട്ട് ഗുണമില്ല, നെൽകൃഷി ചെയ്യാൻ പറ്റില്ല. കാരണം എക്കണോമിക്കലി ആൻഡ് ഫിസിക്കലി നോട്ട് ആപ്ലിക്കബിൾ, ഇമ്പോസിബിൾ ആണ് ആ നെൽകൃഷി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൺവെർട്ട് ചെയ്ത് അത് പുരയിടത്തിൻ്റെ സ്റ്റാറ്റസിലേക്ക് മാറേണ്ട ലാൻഡാണ്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ കൊടുത്ത് അതിൻ്റെ നൂലോമാലകൾ 2-3 വർഷം അത് കയറി ഇറങ്ങി അതിലേക്ക് ചെല്ലുന്ന സമയത്ത് അതിൻ്റേതായ സാധ്യതകളൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നോർമലി ഒരു കർഷകനെ സംബന്ധിച്ച് അതൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവന് ചെയ്യാവുന്ന ഒരു ഏറ്റവും വലിയൊരു കാര്യമാണ് ഒരു 6-7 വർഷം കൊണ്ട് ആ പാടത്ത് തന്നെ ഈ കണ്ടില്ലേ ഇതേപോലെ 2 സൈഡിൽ നിന്നും മണ്ണ് കയറ്റി കൊടുത്ത് ഒരു 15 അടി 20 അടി വീതിയിൽ മണ്ണ് ബെഡ് ഫോം ചെയ്ത് കൂന ഫോം ചെയ്ത് ഒരു 10 അടിയോളം നീർച്ചാൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ നീർച്ചാലിൽ വേണമെന്നുണ്ടെങ്കിൽ മീനോ, അതായത് വലിയ തീറ്റ കൊടുക്കണ്ടാത്ത ഈ പിലോപ്പി പോലുള്ള മീനൊക്കെ വളർത്തി അതിൻ്റെ ഒരു വരുമാനം കിട്ടും. ഒരു 6-7 കൊല്ലം കൊണ്ട് ഈ മരങ്ങൾ വെട്ടി വിൽക്കാൻ പറ്റും. ഇപ്പം എങ്ങനെ നോക്കിയാലും ഈ ലാൻഡ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. നെൽകൃഷി ചെയ്യണതിൻ്റെയൊക്കെ 10 ഇരട്ടി ആദായം ഒരിക്കൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ തിരിഞ്ഞു നോക്കണ്ട. അപ്പോൾ ഇത് എനിക്കൊരു വലിയൊരു ഐഡിയ തോന്നിയിട്ട് ഞാൻ എരയാങ്കുടി ഭാഗത്ത് വന്നിട്ട് വളരെ റിസ്ക് എടുത്തിട്ട് വന്ന് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നതാണ്. എല്ലാവർക്കും ഒന്ന് ചിന്തിക്കാൻ മാത്രമായിട്ട്. ഈ വാഹനങ്ങളിങ്ങനെ തുടർന്ന് പോണ കാരണം സൗണ്ട് എടുത്തിട്ടൊന്നും പറയാൻ പറ്റുന്നില്ല. എന്നാലും ആളുകൾ ഉൾക്കൊണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കണ്ടോ, ഇത് കാണാം. ഏകദേശം ഒരു 15 അടി 17 അടിയോളം ഉള്ള വീതിയിൽ മണ്ണ് കയറ്റിയിട്ടിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ ചെയ്യാവുന്നത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളത്തിന് വീതി കൊടുക്കാം. ഒരു 10 അടിയോളം വീതി കൊടുത്തിട്ട് ഒരു 20 അടിയോളം മണ്ണ് കയറ്റിയിട്ടിട്ട് ഈ മരം വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. ഇപ്പം നോർമലി ഈ പറഞ്ഞ മാതിരി പാഡി ലാൻഡിൽ നെൽകൃഷി ചെയ്യുന്ന ലാൻഡിൽ വാഴയും കപ്പയും പിന്നെ മീൻ കൃഷിയൊക്കെയാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യം. പക്ഷേ ഇപ്പോൾ ഇതുപോലെ ഇപ്പോൾ മരം വെച്ചു എന്ന് വെച്ചിട്ട് അതിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം ഇപ്പോൾ ഇതൊന്നും ആരും ശ്രദ്ധിക്കാത്തൊരു കാലഘട്ടമായി. കാരണം ലക്ഷക്കണക്കിന് ഏക്കർ സ്ഥലമാണ് ഇവിടെ വെറുതെ കിടക്കുന്നത്. അപ്പോൾ ആ കിടക്കുന്ന ഒരു സ്ഥലത്തിൽ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാര്യങ്ങൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു വല്ലാത്തൊരു എന്താ പറയുക, 10 ലക്ഷത്തോളം ഏക്കറേജ് സ്ഥലം കേരളത്തിൽ വെറുതെ കിടക്കുന്ന സ്ഥലം ഉപയോഗിക്കാവുന്ന ഒരു വലിയൊരു സൂത്രവാക്യമായിട്ട് തോന്നുന്നു. അതുകൊണ്ടാണ് നമ്മൾ അതിലേക്ക് ഈ വീഡിയോ ഇടുന്നത്. കേരള പാഡി ലാൻഡ് ആൻഡ് വെറ്റ് ലാൻഡ് കൺസർവേഷൻ ആക്ട് 2008 പ്രകാരം നെൽകൃഷി ചെയ്യാതെ തരിശായി കിടക്കുന്ന ലാൻഡ് ഗവൺമെൻറ് എടുത്തിട്ട് അത് ഓപ്ഷൻ സെയിൽ നടത്തിയിട്ട് നെൽകൃഷി ചെയ്യാൻ അനുവദിക്കുന്നു പറയാം. അതൊരിക്കലും നടപ്പിലായിട്ടുള്ള കാര്യം. കാരണം ഒരാളും അങ്ങനെ ഒരു നെൽകൃഷി ചെയ്യാനായിട്ട് ഒരു കൃഷിയുടെ ഒരു സമൂഹമോ കൃഷി ചെയ്യുന്ന കർഷകരുടെ ഒരു സമൂഹമൊന്നും മുന്നോട്ട് വരില്ല. കാരണം 1000 രൂപ ബംഗാളിക്ക് കൂലി കൊടുത്തിട്ട് നെൽകൃഷി ചെയ്തിട്ട് പ്രത്യേകിച്ച് അതിലൊന്നും കിട്ടാനില്ല. അപ്പോൾ അതുകൊണ്ട് ആ കർഷകന് ആ ലാൻഡ് യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ലൊരു സൂത്രവാക്യമാണ് ഇങ്ങനെയുള്ളൊരു കാര്യങ്ങൾ. ഒരു 6-7 വർഷം കൊണ്ട് ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഏക്കർ സ്ഥലത്ത് ഇതേപോലെ മരം വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 150 മരമെങ്കിലും വയ്ക്കാം. 150 മരത്തിൽ നിന്ന് ഒരു 10,000 രൂപ വെച്ചിട്ട് ഒരു മരത്തിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ 15 ലക്ഷം രൂപ 5-8 വർഷം കൊണ്ട് 1 ഏക്കർ നെൽകൃഷിയിൽ നിന്ന് പാടത്തിൽ നിന്ന് കിട്ടാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിന് സിമ്പിളായിട്ടുള്ള കാര്യം, ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ മണ്ണ് ബെഡ് കയറ്റി ഇടണം. അതേപോലെ ഈ ചാല് കീറിയിടണം, തൈ വയ്ക്കണം,
മഹാഗണി വയ്ക്കാം, വട്ട വയ്ക്കാം, പൊങ്ങല്യം വയ്ക്കാം, ഇതൊക്കെ കൃത്യമായിട്ട് വയ്ക്കാം. പിന്നെ ഏറ്റവും വലിയൊരു എക്സ്ട്രാ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് ചാല് കീറുന്നത് കുറച്ച് വെള്ളം, കുറച്ച് വീതിയിൽ വെള്ളം ചാല് കീറി അതിൽ പിലോപ്പിയ പോലെയുള്ള മത്സ്യങ്ങളിടാണെങ്കിൽ വല്ലാത്തൊരു വരുമാനം അത് കിട്ടുകയും ചെയ്യും. അപ്പം ഞാൻ എല്ലാവരുടെയും സൂചനയിലേക്ക് എല്ലാവർക്കും ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് വിടുന്ന ഓരോ പോയിന്റുകൾ മാത്രം. എനിക്കിന്ന് ഞായറാഴ്ച സമയമൊന്നും ഉണ്ടായിട്ടല്ല, ഞാൻ വളരെ റിസ്ക് എടുത്ത് എരയാങ്കുടി ഭാഗത്തേക്ക് വന്ന് ഇങ്ങനൊരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഒന്ന് ചിന്തിക്കാം. നിങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ പറയാം, നമ്മുടെ ഫ്രണ്ട്സായിട്ടുള്ള MLA മാരുണ്ടെങ്കിൽ പറയാം, മന്ത്രിമാരുണ്ടെങ്കിൽ പറയാം, കൃഷി വകുപ്പുകാരുണ്ടെങ്കിൽ പറയാം. ഒരു കൂട്ടായ ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ട് അത് ഒരു എല്ലാവർക്കും ഒരു ഇൻഫർമേറ്റീവായിട്ട് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ മാറ്റം വരാവുന്നൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇത് ഏകദേശം ഒരു 1.5 ഏക്കറോളം സ്ഥലത്താണ്. ഒരു 300 മരത്തോളം ഇതിൽ നിൽക്കുന്നുണ്ട്, മഹാഗണി നിൽക്കുന്നുണ്ട്, ഈ രീതിയിൽ കൃഷി ചെയ്തിട്ടുള്ളത്.